നമ്മൾ പലതരത്തിലുള്ള തള്ളുമാലകൾ കാണിക്കാറുണ്ട്. പല മുസ്ലിയാക്കന്മാരും പല വിഷയങ്ങളും പല വീക്ഷണത്തിൽ നിന്നുകൊണ്ട് തള്ളിമറിക്കുന്നത് പലതവണ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗൈനക്കോളജി വിഭാഗം തള്ളുകളാണ് ഇവിടെ കാണിക്കുവാനുള്ളത്. ചെറിയ വീഡിയോ ആണ്, കൂടുതലൊന്നുമില്ല. ഇതിന്റെ ബാക്കിൽ ചേർക്കുന്ന വീഡിയോയില് നിങ്ങൾക്ക് കാണുവാനുള്ളത് ഗൈനക്കോളജി വിഭാഗം തള്ളുകള്, കള്ളക്കറാമത്തുകള്. അതില് അവരുടെ മുഖം നമുക്ക് കിട്ടിയ വീഡിയോ ആ ഒരു രൂപത്തിലാണ്. ഗൈനക്കോളജിക്കൽ കറാമത്തുകൾ എന്നുള്ള ടെക്സ്റ്റ് ഉള്ളത് കാരണം ചില ആളുകളുടെ മുഖം ലേശം കാണുന്നുള്ളൂ. എന്തായാലും അവരുടെ ശബ്ദം കൊണ്ടും അവരുടെ ബാക്കി ഭാഗം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ആളെ തിരിച്ചറിയാൻ കഴിയും. ആദ്യമായിട്ട് തള്ളുകളുടെ വീരൻ മുനീർ ബാക്കവിയാണ് ആദ്യത്തെ തള്ള്. മുനീർ ബാക്കവിയുടെ മുഖമൊക്കെ നേരെ കാണുന്നുണ്ട്, നിങ്ങളത് കണ്ടോക്കിയും. ഗൈനക്കോളജി തള്ളുകൾ. മുഹമ്മദ് നമ്മളുടെ പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല. എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ്. അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും. അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ്. പകര ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, ഈ പെണ്ണ് പെറ്റിട്ടില്ല. അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി. അപ്പയാണ് എപ്പി ഉസ്താദ് അവിടെ ചാലിയത്ത് വരും. പകര ഉസ്താദ് പറഞ്ഞു സങ്കടം, എന്റെ ഒരു സുഹൃത്ത് എന്റേത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട്, അവൾക്ക് ഇതുവരെ പ്രസവവേദന വന്നിട്ടില്ല ഉസ്താദ്. എ പി ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട, നല്ല 3 വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ, ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ. ആ സെന്റൻസ് കൊണ്ട് വെറ്റില അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു വെറ്റില ചവച്ചറക്കാൻ കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം, മൂന്നാമത്തതും കൊടുത്താൽ ഈ 4 മണിക്കൂറിന്റെ ഉള്ളില് പ്രസവിക്കുന്നതാ. ഇത് വിശ്വസിക്കുന്നവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഒരു വെറ്റിലയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ എന്ന് വരെയുള്ളത് വെറ്റിലയിൽ എഴുതിയിട്ട് കൊടുത്താൽ ഗർഭിണിയായ പെണ്ണാണോ, വേദന തുടങ്ങിയിട്ടേ ഉള്ളൂ, കൂടുതലൊന്നും വേദന വരുന്നില്ല, എന്നാൽ ആ വേദന ഇങ്ങ് കൂടി വരും, അവൾ സുഖമായി പ്രസവിക്കും. നമുക്ക് ഓർമ്മയില്ലേ, നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ, ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ. പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. സുന്ദരമായ കാലം മൂപ്പര് സ്വപ്നം കാണാണ്. മാലയുടെ കാലം, മൗലീദിന്റെ കാലം. എത്ര ഉമ്മമാരാണ് നഫീസത്ത് മാല ചൊല്ലി പ്രസവിച്ചിരുന്നത്, എത്ര ഉമ്മമാരാണ് ബുർദ ചൊല്ലി പ്രസവിപ്പിച്ചിരുന്നത്. ഇപ്പൊ മുസ്ലിയാരെ വീട്ടിന്നും കൂടി ഡേറ്റ് തെറ്റിയാ പോയി ഡോക്ടർ അടുത്ത്, എന്താ ഉസ്താദ് എവിടെ നിൽക്കണു, ഭാര്യക്ക് ഡേറ്റ് തെറ്റി. എന്നിട്ടോ മാസാമാസം വരും ചെക്കപ്പിന്. പിന്നെയോ പ്രസവിക്കുന്നതിന്റെ 15 ദിവസം മുമ്പ് അഡ്മിറ്റ്, ബക്കറ്റും പാട്ടിയും കൊണ്ടതാ പായുന്നു ആശുപത്രിയിലേക്ക്. നിങ്ങൾ ആശുപത്രിയിൽ പോലും പിഞ്ഞാണ് എഴുതി കൊടുക്കലുണ്ടോ? പ്ലേറ്റ് തെറാപ്പി എവിടെ പോയി? മാല ചൊല്ലി പ്രസവിപ്പിച്ചിരുന്ന അതുപോലെ തന്നെ. എന്തിനാണ് ഈ ഡേറ്റ് പറയണം? ആരാണ് ഉള്ളോട് ഡേറ്റ് പറഞ്ഞത്? വളരെ മുമ്പുള്ള ഡോക്ടർമാർ നൊമ്പലം വരുമ്പോൾ പോകലാണ്, അതാണ് ഇഷ്ടം. ഡേറ്റ് പറയലില്ല. അത് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. രോഗം എന്താണ്, റൂഹിനെ പിടിക്കും പോലെയാണ്. എവിടെ വെച്ച് റൂഹിനെ പിടിക്കും, ഏത് സ്ഥലത്ത് റൂഹിനെ പിടിക്കും അറിയില്ല. അതേപോലെ തന്നെയാണ് ഗർഭം കേട്ടോ മക്കളെ, പ്രസവം നിലയാണ്.